ഹലോ ഓൾ, വെൽക്കം ടു ബ്രെയിൻ ബേഴ്സ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9 ഇംഗ്ലീഷിലെ ആദ്യത്തെ പാഠമായിട്ടുള്ള ഹാഫ് എ ഡേ ബൈ നഗീബ് മഹ്ഫൂസിൻ്റെ പാർട്ട് 1 ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? നേരെ പാഠത്തിലോട്ട് പോകാം. ഫസ്റ്റ് പാരഗ്രാഫ്. I proceeded alongside my father, clutching his right hand, running to keep up with his long strides. All my clothes were new, the black shoes, the green school uniform and the red tarbouche. My delight in my new clothes, however, was mixed, for this was no feast day but the day on which I was to be cast into school for the first time. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ I proceeded alongside my father, clutching his right hand, running to keep up with his long strides. അതായത് ഇവിടെ പറയുന്നത് ആ ഒരു കുട്ടിയുടെ ഒരു ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിനെ പറ്റിയാണ്. അപ്പോൾ ഇവിടെ കുട്ടി പ്രൊസീഡഡ് എന്ന വാക്കിൻ്റെ അർത്ഥം മുന്നോട്ട് വയ്ക്കുക എന്നാണ്. അതായത് നമ്മുടെ കുട്ടി അവൻ്റെ അച്ഛൻ്റെ കൂടെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുകയാണ്. അവ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്. ക്ലച്ചിങ് എന്ന് വെച്ചാൽ അതായത് അവൻ്റെ അച്ഛൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് അവൻ മുമ്പോട്ട് നടക്കുകയാണ്. റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ് എന്ന് വെച്ചാൽ അവൻ്റെ അച്ഛൻ ഇവനെക്കാളും പൊക്കം കൂടുതലാണല്ലോ. അപ്പോൾ നീണ്ട കാലുകൾ കൊണ്ട് നമുക്ക് കുറേ ദൂരം ഇങ്ങനെ നടക്കാൻ പറ്റും. അതിനെ പറയുന്നതാണ് ലോങ് സ്ട്രൈഡ്സ് എന്ന് അർത്ഥമാക്കുന്നത്. അതിനെ പറയുന്നതാണ് ലോങ് സ്ട്രൈഡ്സ്. ദെൻ ഓൾ മൈ ക്ലോത്ത്സ് വെയർ ന്യൂ. അവൻ്റെ എല്ലാ ക്ലോത്ത്സും ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ക്ലോത്ത്സ് എല്ലാം പുതിയതാണ്. എന്താണ് അവൻ്റെ ആ ഒരു ഡ്രസ്സ്? ദ ബ്ലാക്ക് ഷൂസ്, ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെഡ് ടർബൂഷ്. അപ്പോൾ അവൻ്റെ സ്കൂൾ യൂണിഫോം എന്തെന്നൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ്? ദ ബ്ലാക്ക് ഷൂസ്, ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെഡ് ടർബൂഷ്. ഓക്കെ, അപ്പോൾ അടുത്ത ലൈനിലോട്ട് പോകാം. My delight in my new clothes, however, was mixed, for this was no feast day, but the day on which I was to be cast into school for the first time. അതായത് ഇവിടെ ഒരു ബോയ്, അതായത് നറേറ്ററിൻ്റെ എന്ന് ഉദ്ദേശിക്കുന്നത് നറേറ്ററിനെയാണ്. അപ്പോൾ ഈ നറേറ്റർ നമുക്ക് ബോയ് എന്ന് വിളിക്കാം. ഈ ബോയ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ അവൻ്റെ ഫീലിംഗ് മിക്സാണ്. കാരണം ഇത് ഫീസ്റ്റ് ഡേ എന്ന് വെച്ചാൽ നമ്മുടെ വിരുന്നുണ്ടല്ലോ, അതൊന്നും അല്ല. അപ്പോൾ ഇവിടെയാണ് പറയുന്നത് എന്താണ്? അവൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. അവൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന സന്തോഷവും വീട്ടുകാരെ പിരിഞ്ഞ് നിൽക്കുന്ന ഒരു സങ്കടവും, അതാണ് അവിടെ മിക്സ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് അവന് ഒരു മിക്സ്ഡ് ഫീലിങ്സ് എന്ന് പറയാൻ കാരണം. അപ്പോൾ നമുക്ക് ഈ പാരഗ്രാഫ് ഒരു ഷോർട്ട് റിവ്യൂ ആയിട്ട് നോക്കിയാലോ? അതായത് നമ്മുടെ ഈ ഒരു ബോയുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ അവൻ്റെ അവൻ്റെ അച്ഛൻ്റെ കൈയും പിടിച്ചുകൊണ്ട് സ്കൂളിലോട്ട് പോവുകയാണ്. അവൻ്റെ ആ ഒരു ന്യൂ ക്ലോത്ത്സ് എങ്ങനെയാണ്? ദ ബ്ലാക്ക് ഷൂസ്, ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെഡ് ടർബൂഷ്. ഇതാണ് അവൻ്റെ ഒരു സ്കൂൾ യൂണിഫോം എന്ന് പറയുന്നത്. അടുത്ത് അവൻ്റെ ഫീലിങ്സ് മിക്സ്ഡ് ആണ്. കാരണം എന്താണ്? അതൊരു ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളും ആണ്, അതൊരു ഫീസ്റ്റ് ഡേയും അല്ല. പക്ഷെ അവന് ഹാപ്പിയും സാഡുമാണ്. കാരണം അവന് പുതിയ ഡ്രസ്സ് കിട്ടി, പക്ഷെ അവന് സങ്കടം ഉണ്ടാക്കുന്ന കാര്യം എന്താണ്? അവൻ്റെ വീട്ടിൽ നിന്ന് പിരിഞ്ഞ് നിൽക്കുകയാണ്. അവൻ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്, അവൻ ആദ്യമായിട്ട് സ്കൂളിൽ പോവുകയാണ്. അപ്പോൾ നമുക്കൊരു പേടിയാണോ അല്ലേ? ഇപ്പോൾ നമ്മൾ ഒരിടത്ത് പോകാത്തൊരു സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ ഒരു ടെൻഷൻ കാണൂല്ലേ? അതാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പിക്ചറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു ബോയുടെ സ്കൂൾ യൂണിഫോം എന്ന് പറയുന്നത്. റെഡ് ടർബൂഷ്, ഇതാണ് ടർബൂഷ്. ദെൻ ഒരു ഗ്രീൻ സ്കൂൾ യൂണിഫോം, പിന്നെ ബ്ലാക്ക് ഷൂസ്. അടുത്ത് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത മീനിങ്സ് ആണ്. ഇത് നിങ്ങളുടെ നോട്ടിലേക്ക് നിങ്ങൾക്ക് പകർത്തി വയ്ക്കാം. അതാകുമ്പോൾ ടെക്സ്റ്റ് റീഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ അത് കയറി വരും. അപ്പോൾ അല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ സൈഡിൽ എഴുതിയും വയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രൊസീഡ് എന്ന് വെച്ചാൽ മുന്നോട്ട് പോവുക. ലോങ് സ്ട്രൈഡ്സ്, നീളമുള്ള കാൽവയ്പ്, അതായത് വലിയ ചുവടുകൾ, അങ്ങനെ ഓർത്ത് വയ്ക്കാം. വലിയ ചുവടുകൾ, അതായത് ഒരു പൊക്കമുള്ള ആൾ ഒരു കുഞ്ഞു കുട്ടിയെക്കാളും കുറേ ദൂരം ഇങ്ങനെ സഞ്ചരിക്കില്ലേ, കാലിങ്ങനെ കുറേ ദൂരം, അതാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അത്രേ പറയുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലോട്ട് പോകാം. അപ്പോൾ അതായതാണ് നമ്മുടെ സ്കൂൾ കുട്ടിയുടെ ഒരു ഫുൾ ഇതെന്ന് പറയുന്നത് അവൻ്റെ അച്ഛൻ്റെ കൈകളും പിടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു സീൻ. അടുത്ത പാരഗ്രാഫ്. My mother stood at the window watching us, and I would turn towards her from time to time, appealing for help.
We walked along a street lined with gardens. On both sides were extensive fields, were planted with crops, prickly pears, henna trees, and a few date palms. Why school? I challenged my father openly. I shall never do anything to annoy you. അതായത് ഇവിടെ പറയുന്നത് നമ്മുടെ ആ കുട്ടി നമ്മുടെ സ്കൂളിലോട്ട് പോകുന്ന ഒരു ദൃശ്യമാണ്. മൈ മദർ സ്റ്റുഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് അസ് ആൻഡ് ഐ വുഡ് ടേൺ ടുവേർഡ്സ് ഹെൽപ്പ് ഫ്രം ടൈം ടു ടൈം അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്. അതായത് നമ്മുടെ ഈ ബോയിയുടെ അമ്മ അവരുടെ വീടിൻ്റെ അവിടെ ഒരു ജനാലയിൽ ഇവർ പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവനാണെങ്കിൽ നമ്മുടെ ബോയില്ലേ പോകുന്ന സമയത്തും തിരിഞ്ഞിരിഞ്ഞ് നോക്കുകയാണ്, അമ്മയെ തിരിഞ്ഞിരിഞ്ഞ് നോക്കുകയാണ്. കാരണം അപ്പീലിംഗ് ഫോർ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഹെൽപ്പിന് വേണ്ടിയാണ് അവൻ നോക്കുന്നത്. അതായത് അവൻ ഫസ്റ്റ് ആയിട്ട് സ്കൂളിൽ പോകാൻ പേടിയുണ്ട്. അപ്പോൾ തൻ്റെ അച്ഛനെ അതിൽ നിന്ന് അമ്മ തടയുമെന്ന ഒരു വിശ്വാസത്തോടെയാണ് അവൻ അങ്ങോട്ട് അമ്മയെ നോക്കി നിൽക്കുന്നത്. അടുത്ത് We walked along a street lined with gardens. On both sides were extensive fields, were planted with crops, prickly pears, henna trees, and a few date palms. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ബോയ് നമ്മുടെ വഴിയിൽ പോകുമ്പോൾ രണ്ട് സൈഡും കാണുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ രണ്ട് സൈഡും വീടൊക്കെ ആയിരിക്കും കാണുന്നത്. ഇങ്ങനത്തെയൊക്കെ ദൃശ്യം ചിലരൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും. ഞാനൊക്കെ കണ്ടിട്ടുള്ളത് ഫുള്ള് വീട്, റബ്ബർ തോട്ടം അതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുട്ടിയുടെ സീനറി നല്ല രസമാണ്. അതായത് നമ്മുടെ വഴി ഒരു ലാൻഡ്സ്കേപ്പ് എന്നാണെങ്കിൽ പറയാം. നോക്കാം. A street lined with gardens. On both sides were extensive fields, were planted with crops. ഏതൊക്കെ ക്രോപ്സ് ആണ് രണ്ട് സൈഡിലും പ്ലാന്റ് ചെയ്തിരിക്കുന്നത്, അതായത് നട്ടു വച്ചിരിക്കുന്നത്? prickly pears, henna trees, and a few date palms. prickly pears എന്ന് വെച്ചാലില്ലേ നമ്മുടെ കള്ളിമുൾ ചെടി, കാക്ടസ് പോലത്തെ അത്. അടുത്ത henna trees, മൈലാഞ്ചി ചെടി അത്. അടുത്ത few date palms ഈന്തപ്പന അതൊക്കെ. അപ്പോൾ നമ്മുടെ കുട്ടി ചോദിക്കുകയാണ് വൈ സ്കൂൾ? ഐ ചാലഞ്ച്ഡ് മൈ ഫാദർ ഓപ്പൺലി. അപ്പോൾ നമ്മുടെ കുട്ടി ചോദിക്കുകയാണ് എന്തിനാ സ്കൂള്? അവൻ്റെ അച്ഛനടുത്ത് തുറന്ന് ചോദിക്കുകയാണ്. ഐ ഷാൽ നെവർ ഡു എനിത്തിങ് ടു അനോ യു. ഞാൻ നിങ്ങളെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി ഒരു കാര്യവും തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എന്നെ ശിക്ഷിക്കാനാണോ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ എൻ്റെ മീനിങ്സ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അടുത്ത പേജിൽ ഞാൻ മീനിങ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മീനിങ്സ്. അപ്പീലിംഗ് ഫോർ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായത്തിനായി അപേക്ഷിക്കുക, അഭ്യർത്ഥിക്കുക. അതായത് നമ്മൾ പറഞ്ഞില്ലേ മദറിനെ ഇങ്ങനെ നോക്കി എന്ന ഒരു സഹായത്തിന് വേണ്ടി നോക്കുകയാണ്, തന്നെ അവിടെ സ്കൂളിലോട്ട് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി അപേക്ഷിക്കുകയാണ്. പക്ഷെ പറയുന്നില്ല, കണ്ണുകൊണ്ട് നോക്കുകയാണ്. കണ്ണുകൊണ്ട് മീൻസ് അമ്മ എങ്ങനെ നോക്കുകയാണ്. അടുത്ത് എക്സ്റ്റെൻസീവ് ഫീൽഡ്സ്, വിശാലമായ വയലുകൾ, കൃഷിയിടങ്ങൾ. പ്രിക്ലി പിയേഴ്സ്, കള്ളിമുൾ ചെടിയിൽ ഉണ്ടാക്കുന്ന ഫലം. ഹെന്ന ട്രീസ്, മൈലാഞ്ചി മരങ്ങൾ. ഡേറ്റ് പാംസ്, ഈന്തപ്പനകൾ. ചാലഞ്ച്ഡ് മീൻസ് അതായത് നമ്മൾ പറഞ്ഞു വൈ സ്കൂൾ, ഹി ചാലഞ്ച്ഡ് ഹിസ് ഫാദർ. എന്താണ്? ചോദ്യം ചെയ്തു, എതിർത്ത് ചോദിച്ചു. ഓപ്പൺലി, തുറന്ന് പരസ്യമായി. അനോയ്, ദേഷ്യം പിടിപ്പിക്കുക, വിഷമിപ്പിക്കുക. അപ്പോൾ ഇതൊക്കെ ഓക്കെയാണല്ലോ. അപ്പോൾ നമ്മുടെ പാരഗ്രാഫ് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മുടെ ബോയ് സ്കൂളിലോട്ട് പോകുന്ന ഒരു ദൃശ്യമാണ് ഇവിടെ പറയുന്നത്. അവൻ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ അമ്മയെ നോക്കും. എന്തിന്? അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്, ഒരു ഹെൽപ്പിന് വേണ്ടിയാണ് നോക്കുന്നത്. അടുത്ത അവൻ്റെ സ്കൂളിലോട്ട് പോകുന്ന ദൃശ്യമാണ് ഈ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ്. ഓൺ ബോത്ത് സൈഡ്സ് വെർ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് വെർ പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്, പ്രിക്ലി പിയേഴ്സ്, ഹെന്ന ട്രീസ് ആൻഡ് ഫ്യൂ ഡേറ്റ് പാംസ്. അടുത്ത് അവൻ ചോദിക്കുകയാണ് എന്തിനാ സ്കൂള്? അവൻ്റെ അച്ഛനടുത്ത് ഓപ്പണായിട്ട് ചോദിക്കുക എന്തിനാ അച്ഛാ സ്കൂള്? അപ്പോൾ അവൻ ചോദിക്കുകയാണ് എന്നെ എന്തിനാണ് സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നത്? ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്നെ സ്കൂളിൽ കൊണ്ടാക്കുന്നത്? അപ്പോൾ ഇതാണ് സെക്കൻഡ് പാരഗ്രാഫ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പാരഗ്രാഫിലോട്ട് പോകാം. അപ്പോൾ തേർഡ് പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഐ ആം നോട്ട് പണിഷിങ് യു ആം ഐ? ഹീ സെഡ് laughing. School is not a punishment. It is the factory that makes useful people out of children. Don't you want to grow up? അപ്പോൾ ഇവിടെ പറയുന്നത് ഐ ആം നോട്ട് പണിഷിങ് യു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫിൽ കുട്ടി ചോദിക്കുകയാണ് ഞാൻ അച്ഛനെ അമ്മയെ ശല്യപ്പെടുത്തുന്നോ വിഷമിപ്പിക്കുകയോ ബുദ്ധിമുട്ടിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ടാണോ എന്നെ സ്കൂളിൽ കൊണ്ടാക്കുന്നതെന്ന്.
അപ്പോൾ അതിന് മറുപടിയായിട്ട് അച്ഛൻ പറയുകയാണ്, ഐ ആം നോട്ട് പണിഷിങ് യു ആം ഐ. അപ്പോൾ ഇവിടെ ഒരു സാധനമുണ്ട്, എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. അതായത് ഐ ആം നോട്ട് പണിഷിങ് യു ആം ഐ എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്കും. എന്താ? യെസ്, ഓഫ് കോഴ്സ്. ഇതെന്താണ്? ഒരു ക്വസ്റ്റ്യൻ ടാഗാണ്. അപ്പോൾ ഈ ഒരു പാഠത്തിൽ ക്വസ്റ്റ്യൻ ടാഗ് വന്നുകൊണ്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിരിക്കാം ക്വസ്റ്റ്യൻ ടാഗ്. മനസ്സിലായോ? അതായത് എക്സാമിന് അല്ലെങ്കിൽ യൂണിറ്റ് എക്സാമിന് ഏതെങ്കിലും ഒരു എക്സാമിന് ചോദിച്ചിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്. അതായത് ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ നന്നായിട്ട് എഴുതി വച്ചിട്ടുണ്ട്, ഐ ആം നോട്ട് പണിഷിങ് യു ആം ഐ. ഇതെങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചിരിക്കും മറ്റേ എഡിറ്റിംഗ് സെൻറ്റൻസൊക്കെ ആയിട്ട്. എഡിറ്റിംഗ് അല്ല, ഗ്രാമർ സെക്ഷനിൽ. ഓക്കെ, അടുത്ത ഇതിലോട്ട് പോവാം. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയുകയാണ്, ഞാൻ എന്താ നിന്നെ പണിഷ് ചെയ്യുകയാണോ? പിന്നെ അവൻ്റെ അച്ഛൻ അവന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ്, ഇറ്റ് ഈസ് ദ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ, ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്. അതായത് അവൻ്റെ അച്ഛൻ പറയുകയാണ്, സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ്, സ്കൂളെന്ന് പറയുന്നത് പണിഷ്മെൻറ്റേ അല്ല, അതൊരു ഫാക്ടറിയാണ്. ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ, കുട്ടികളിൽ നിന്നും നല്ല മനുഷ്യരെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് സ്കൂളെന്ന് പറയുന്നത്. ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്, നിനക്കെന്താ വലുതാവാൻ താല്പര്യമില്ലേ? അങ്ങനെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടാണ് ആ ഒരു പാരഗ്രാഫ് നിർത്തുന്നത്. നമുക്ക് അതിലെ മീനിങ്സും കൂടെ നോക്കാം. പണിഷ്മെൻറ്റ്, ശിക്ഷിക്കുക, ശിക്ഷ. അതായത് പണിഷിങ് എന്ന് വെച്ചാൽ ശിക്ഷിക്കുക അല്ലെങ്കിൽ ശിക്ഷ എന്നൊക്കെ മീനിങ് വരും. അടുത്ത ഫാക്ടറി മീൻസ് എന്താണ്? നിർമ്മാണശാല, ഫാക്ടറി. അടുത്ത യൂസ്ഫുൾ പീപ്പിൾ, പ്രയോജനമുള്ള അല്ലെങ്കിൽ ഉപയോഗപ്രദമായ മനുഷ്യർ, നല്ല വ്യക്തികൾ. ഗ്രോ, വളരുക, മുതിർന്ന ആളാവുക. അപ്പോൾ ഈ പാരഗ്രാഫ് ഒന്നും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയുകയാണ്, ഞാൻ നിന്നെ പണിഷ് ചെയ്യുകയല്ല, സ്കൂളെന്ന് പറയുന്നത് ഒരു ഫാക്ടറിയാണ്. അതെന്താണ് ചെയ്യുന്നത്? നല്ല ഉപയോഗപ്രദമായ മനുഷ്യരെ കുട്ടികളിൽ നിന്ന് ഉണ്ടാക്കുകയാണ് ആ ഫാക്ടറി ആയിട്ടുള്ള സ്കൂൾ ചെയ്യുന്നത്. എന്താ എനക്ക് വളരണ്ടേ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. അടുത്ത സെക്ഷനിലോട്ട് പോകാം. I was not convinced. I did not believe there was really any good to be had in tearing me away from the intimacy of my home and throwing me into this building. It looked like some huge, high-walled fortress, stern and grim. അതായത് ഇവിടെ പറയുന്നത് ആ കുട്ടി ആ ഒരു സ്കൂളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. അതായത് ആ കുട്ടി പറയുകയാണ്, അവൻ്റെ അച്ഛൻ പറഞ്ഞല്ലോ സ്കൂൾ പണിഷ്മെൻ്റ് ഒന്നും അല്ല മോനെ, അവിടെ എന്താണ് നമ്മുടെ നല്ല ഒരു കുട്ടികളെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. പക്ഷേ അവനതത്ര വിശ്വാസമൊന്നും വന്നില്ല. ഐ ഡിഡ് നോട്ട് ബിലീവ് ദർ വാസ് റിയലി എനി ഗുഡ് ടു ബി ഹാഡ് ഇൻ ടിയറിങ് മീ അവേ ഫ്രം ദ ഇൻറ്റിമസി ഓഫ് മൈ ഹോം. അതായത് അവൻ വിശ്വസിച്ചത് അവിടെ നല്ലതായിട്ടൊന്നും കാണില്ല, എന്തൊഴികെ എന്നെ എൻ്റെ വീട്ടിൽ നിന്നും കീറി മുറിച്ചു മീൻസ് സ്റ്റിയറിങ് എന്ന് വെച്ചാൽ മാറ്റുക, അവിടെ നിന്ന് മാറ്റി ത്രോയിങ് മീ ഇൻ ടു ദിസ് ബിൽഡിങ്. അതായത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തോട്ട് എന്നെ ത്രോ ചെയ്യുക, എറിയുക. അതായത് ഐ ഡിഡ് നോട്ട് ബിലീവ് ദർ വാസ് എ റിയലി എനി ഗുഡ് ടു ബി ഹാഡ് ഇൻ. അതായത് ഒഴികെ എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ നന്നായിട്ടൊന്നും കാണില്ല. അത് എന്താണ് ചെയ്യുന്നത്? എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കീറി മുറിച്ചിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് കൊണ്ട് എന്നെ എറിയുകയാണ്. ഇറ്റ് ലുക്ക് ലൈക്ക് സം ഹ്യൂജ് ഹൈ വാൾ ഫോർട്രസ് സ്റ്റേൺ ആൻഡ് ഗ്രിം. അതായത് ഇത് ഒരു വലിയ ചെങ്കോട്ടല്ല, ഒരു കോട്ട പോലെ തോന്നുകയാണ്, നല്ല ഹ്യൂജ് വാളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പിക്ചർ കാണിച്ചു തരാം. ഇതാണ് ആ ഒരു ഇതെന്ന് പറയുന്നത്. നമ്മുടെ ബോയ് അവിടെ ചെന്ന് നിൽക്കുകയാണ്. അവന് ഒരു വലിയ കോട്ട പോലെയൊക്കെയാണ് നമ്മുടെ ഇത് തോന്നിയത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു മീനിങ്സ് ആണ്. അതിൻ്റെ മീനിങ്സ് കൺവിൻസ്ഡ് എന്ന് വെച്ചാൽ വിശ്വസിക്കുക, ബോധ്യപ്പെടുക. അതായത് നോട്ട് കൺവിൻസ്ഡ് എന്ന് വെച്ചാൽ ബോധ്യപ്പെട്ടില്ല. കൺവിൻസ്ഡ് എന്ന് വെച്ചാൽ വിശ്വസിക്കുക, നോട്ട് കൺവിൻസ്ഡ് എന്ന് വെച്ചാൽ ബോധ്യപ്പെട്ടില്ല അല്ലെങ്കിൽ വിശ്വസിക്കില്ല. ദെൻ ഇൻറ്റിമസി, നമ്മൾ പറഞ്ഞു അവൻ്റെ വീട്ടിനോടുള്ള ഇൻറ്റിമസിയിൽ നിന്ന് കീറി മുറിക്കുക എന്നുവെച്ചാൽ എന്താണ്? ആത്മബന്ധം. ഇൻറ്റിമസി മീൻസ് ആത്മബന്ധം, അടുപ്പം, വീടുമായിട്ട് അവനുള്ള അടുപ്പം.
അടുത്ത ടിയറിങ് മീ അവേ. ടിയറിങ് മീ അവേ എന്ന് വെച്ചാൽ എന്താണ്? നിർബന്ധിച്ച് മാറ്റുക, പിരിച്ചുകൊണ്ടിരിക്കുക. അതായത് അവൻ്റെ ആ ഒരു വീടുമായിട്ടുള്ള അടുപ്പത്തിൽ നിന്നും അത് മാറ്റി, അതായത് നിർബന്ധപ്പെടുത്തി അത് അവൻ്റെ ഇൻറ്റിമസിയിൽ നിന്ന്, ആ വീടുമായിട്ടുള്ള അടുപ്പത്തിൽ നിന്ന് കീറി മുറിച്ചെടുത്തിട്ട് അവനെ എവിടെ കൊണ്ടിട്ടു? സ്കൂളിൽ കൊണ്ടിട്ടു. ഫോർട്രസ്, കോട്ട. ഫോർട്രസ് എന്ന് വെച്ചാൽ വൻമതിലുകളുള്ള വലിയ കെട്ടിടം. സ്റ്റേൺ, ഗൗരവമുള്ള. ഗ്രിപ്പ്, ഭയം തോന്നിപ്പിക്കുന്ന. അപ്പോൾ അതത്ര ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത പാരഗ്രാഫിലോട്ട് പോകാം. Next paragraph. When we arrived at the gate, we could see the courtyard was crammed full of boys and girls. Go on by yourself, said my father, and join them. Put a smile on your face and be a good example to others. Won't you? ഇവിടെ വീണ്ടും won't you. അതിൻ്റെ എന്താണ്? ക്വസ്റ്റ്യൻ ടാഗാണ്. When we arrived at the gate, ഞങ്ങൾ ആ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിലെത്തിയപ്പോൾ, കോർട്ട്യാർഡ്, ആ ഒരു മുറ്റം, ആ സ്കൂളിൻ്റെ ആ ഒരു കോർട്ട്യാർഡ് മുറ്റം ഫുള്ളും എന്താണ്? ഗേൾസും ബോയ്സും ഒക്കെ തിങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ഛൻ പറയുകയാണ്, നീ സ്വന്തമായിട്ട് പോ, ഗോയിൻ ബൈ യുവർ സെൽഫ്, നീ സ്വന്തമായിട്ട് പോ, നിൻ്റെ മുഖത്തൊരു ചിരി വരുത്തുക, എന്നിട്ട് മറ്റുള്ളവർക്ക് ഒരു നല്ല എക്സാമ്പിൾ ആവുക. നീ ചെയ്യില്ലേ? വോണ്ട് യു? നീ ചെയ്യില്ലേ? അപ്പോൾ ഇതാണ് ഈ ഒരു പാരഗ്രാഫിൻ്റെ മീനിങ്. അതായത് ഞങ്ങൾ സ്കൂളിൻ്റെ ഗേറ്റിലെത്തിയപ്പോൾ കോർട്ട്യാർഡ് മുറ്റം എന്താണ്? ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ആണ്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, നീ സ്വന്തമായിട്ട് പോവൂ, മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലൊരു ചിരി നിൻ്റെ ഫേസിലുണ്ടാക്കുക, പിന്നെ മറ്റുള്ളവർക്ക് നല്ലൊരു എക്സാമ്പിളും ആവുക. നീ ചെയ്യില്ലേ? അങ്ങനെ നീ ചെയ്യില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ആ ബോയ് സ്കൂളിലെത്തിയപ്പോൾ ഉള്ള കാഴ്ച കാണിച്ചു തരാം. കണ്ട, ഫുള്ള് പിള്ളേർ കരഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്തായിരിക്കും? അവരുടെയും ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണല്ലേ. അപ്പോൾ വീട്ടിൽ നിന്ന് അകന്ന് നിന്ന ഒരു സങ്കടമൊക്കെ കാണും. അതേപോലെ നമ്മുടെ ബോയ്ക്കും. അപ്പോൾ അതാണ് ഒരു പിക്ചർ. അടുത്ത നമുക്ക് മീനിങ്സിലോട്ട് പോകാം. മീനിങ്സ്: അറൈവ്ഡ്, എത്തിച്ചേരുക. കോർട്ട്യാർഡ്, മുറ്റം. ക്രാംഡ്, ഫുൾ, നിറഞ്ഞു കവിഞ്ഞത്. ബൈ യുവർ സെൽഫ്, തനിയെ, ഒറ്റയ്ക്ക്. ജോയിൻ, പങ്കുചേരുക. ഗുഡ് എക്സാമ്പിൾ, നല്ല മാതൃക. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആണല്ലോ. നമുക്ക് ഇനി ഇത്ര പാരഗ്രാഫേ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ, ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ പഠിക്കുന്നുള്ളൂ. അടുത്ത് നമുക്ക് ഇത്രയുമായിട്ടുള്ള ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വൈൽ വി റീഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് however was mixed. Why does the child have mixed feelings about his new clothes? Answer: the child was happy to get new clothes, but he was also scared and nervous about going to school for the first time. The fear of entering a new, unfamiliar place ruined his complete happiness. That is why he had mixed feelings. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മുടെ പാഠത്തിലെ ക്വസ്റ്റ്യനാണ്. അതായത് പറയുകയാണ്, എനിക്ക് ക്ലോത്ത്സൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ എൻ്റെ ഫീലിങ്സ് മിസ്ഡാണ്. അതിന് കാരണം എന്താണ് ചോദിച്ചത്. അപ്പോൾ ആൻസർ എന്താണ്? ദ ചൈൽഡ് വാസ് ഹാപ്പി ടു ഗെറ്റ് ന്യൂ ക്ലോത്ത്സ്. അവൻ ന്യൂ ക്ലോത്ത്സ് കിട്ടിയോണ്ട്, പുതിയ ഉടുപ്പ് കിട്ടിയോണ്ട് ഹാപ്പിയാണ്. പക്ഷെ അവൻ നെർവസും സ്കെയർഡുമാണ്. കാരണം എന്താണ്? ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളും ആണ്. പിന്നെ അവന് ഫെമിലിയർ അല്ലാത്തൊരു സ്ഥലവുമാണ്, പരിചയം ഇല്ലാത്തൊരു സ്ഥലത്തിലോട്ടാണ് അവൻ പോകുന്നത്. അപ്പോൾ അതാണ് അവിടെ മിക്സ്ഡ് ഫീലിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. Question: how does the author describe the sights on the way to school? Answer: the author describes the street lined with gardens, colorful flowers, fruit trees, and children playing happily on the way to school. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ നമ്മുടെ ബോയ് പോകുമ്പോൾ ഉള്ള വഴികളുടെ ഓരോ സീനറിയാണ്, അതായത് ലാൻഡ്സ്കേപ്പാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എന്താണ്? സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്, പിന്നെ കളർഫുൾ ഫ്ലവേഴ്സും ഫ്രൂട്ട് ട്രീസും എല്ലാം കണ്ടിട്ടാണ് അല്ലേ. അപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതി കൊടുക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സ്കൂൾ ഇസ് നോട്ട് എ പണിഷ്മെൻറ്റ്, ഇറ്റ് ഈസ് ദ ഫാക്ടറി ദറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ഗീവ് റീസൺസ്. അതായത് നമ്മുടെ ഇവിടെ പറയുന്നുണ്ട്, സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ്, ഇറ്റ് ഈസ് ദ ഫാക്ടറി ദറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കാരണം എന്ത്? അപ്പോൾ ആൻസർ നോക്കിയാലോ. യെസ്, നമ്മൾ യോജിക്കുന്നുണ്ട്. യെസ്, ഐ അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്.
School is a place where children gain knowledge, learn good values and develop skills for life. അതായത് നമ്മുടെ സ്കൂളെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നോളജ് പങ്കുവയ്ക്കുന്നുണ്ട്, പിന്നെ ലേണിംഗ് ഗുഡ് വാല്യൂസ്, നല്ല നല്ല ചിന്തകൾ, വാല്യൂസ് ഉണ്ടാക്കും, പിന്നെ ഡെവലപ്പ് സ്കിൽസ് ഫോർ ലൈഫ്, അതായത് നമ്മുടെ ലൈഫിന് വേണ്ടി പല പല നമ്മളുടെ ഉള്ളിലിരിക്കുന്ന സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ഷേപ്പ് ചിൽഡ്രൻ ഇൻ ടു ഡിസിപ്ലിൻ, അതായത് ചിൽഡ്രൻസിനെ ഡിസിപ്ലിൻ മീൻസ് മര്യാദക്കാരാക്കും. റെസ്പോൺസിബിൾ, അതായത് അവർക്ക് ഒരു തൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കി കൊടുക്കും. ആൻഡ് യൂസ്ഫുൾ സിറ്റിസൺസ് ഓഫ് സൊസൈറ്റി, അതായത് നല്ല നല്ല സൊസൈറ്റിയിലെ നല്ല നല്ല മനുഷ്യരാക്കി വളർത്തും. അപ്പോൾ ഒരു സന്തോഷ വാർത്ത നമ്മളിന്ന് ഇത്രേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും പഠിച്ച് സെറ്റായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. പാർട്ട് 2 വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ ലേണിംഗ്. വി ഫിനിഷ്ഡ് ഡിസ്കസിങ് paragraph 5 and discussed while we read questions and answers for half a day chapter by Brainbus. Okay, bye all of you. Thank you. Bye all of you. Bye. പിന്നെ ആ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്തിട്ട് പൊക്കോളൂ. ബൈ. ഇത് അടുത്ത പാർട്ട് കാണുമ്പോൾ ഇതെല്ലാം പഠിച്ചിട്ട് തലയിൽ ലോഡാക്കിയിട്ട് വേണം വരാൻ. ഓക്കെ, ബൈ.